We don't have the same 24 hours. നിങ്ങൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് ടൈം വാച്ചർ ആണെങ്കിലും റിപ്പീറ്റ് വാച്ചർ ആണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ദിസ് വീഡിയോ. സ്റ്റിക്ക് അറൗണ്ട് ഫോർ സം ഈസി റെസിപ്പീസ്. അധികം വളച്ചുകെട്ടൊന്നുമില്ലാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ചനാദാലാണ്. രാത്രിയിൽ ഒരു ആവശ്യത്തിൽ സോക്ക് ചെയ്യാനിട്ടതാണ്. രാവിലെ എണീറ്റപ്പോൾ ലേറ്റായി പോയി. എൻ്റെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. ഞാൻ പരിപ്പോട ഉണ്ടാക്കാൻ വിചാരിച്ചു. പൊതുവെ എൻ്റെ എല്ലാ റെസിപ്പീസിലും ഞാൻ ഏതെങ്കിലും ഒരു എക്സ്ട്രാ വെജിറ്റബിൾ ആഡ് ചെയ്യും. ഇത് ഞാൻ നേരത്തെ വാങ്ങി ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന സ്വിസ് ചാർഡ് ലീവ്സ് ആണ്. പ്രത്യേകിച്ച് കുട്ടികളായതിനു ശേഷമാണ് ഞാനിതൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എക്സ്ട്രാ ആയിട്ട് പോകുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ റെഗുലർ ഫുഡിലെല്ലാം 1-2 വെജിറ്റബിൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ഇത് ഒരു ചീര വെറൈറ്റിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല ഇതിന്. ഇപ്പോൾ പരിപ്പോടെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് അറിയില്ല ഇത് ചേർത്തിട്ടുണ്ടെന്ന് പോലും. ഒരു കടിക്ക് വേണ്ടി എക്സ്ട്രാ ചനാദാൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു കപ്പ് ചോപ്ഡ് ഓണിയൻ, 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, ഹാഫ് എ ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് കറി ലീവ്സ്. ഞാനൊരു 2 കപ്പ് ചനാദാലാണ് എടുത്തേക്കണം. സോ ഹാഫ് എ ടീസ്പൂൺ സോൾട്ട് ഇട്ടു. പിന്നെ ഹാഫ് എ ടീസ്പൂൺ എസഫോർട്ട് ഇടുക. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വട ഷേപ്പിൽ തട്ടി ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ ഇത് എയർ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാം. പക്ഷേ വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിതൊക്കെ കഴിക്കണുള്ളൂ. അപ്പോൾ ഒരിക്കൽ മുക്കി പൊരിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. വട ഉണ്ടാക്കി ഉണ്ടെന്ന ഗ്യാപ്പിൽ തന്നെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങും ഉണ്ടാക്കി ചായ വെച്ചു. ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. എന്നെപ്പോലെ നിങ്ങൾക്ക് നല്ല പൊന്തിയ ക്രിസ്പി പൂരി ഇഷ്ടമാണെങ്കിൽ കുറച്ച് റവയും കൂടെ ഇട്ട് കുഴച്ച് പൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് പൊങ്ങിയും വരികയും ചെയ്യും. ഞങ്ങൾ വീട്ടിൽ മാത്രമാണോ അതോ പിള്ളേരുള്ള എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെയാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ എപ്പോഴും ഒരു കൂട്ടം സാധനങ്ങളുണ്ടാവും. സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാറില്ല, എപ്പോഴും തിരക്കിട്ടുള്ള ഫുഡ് കഴിപ്പാണല്ലോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ലിവിങ് റൂമിൽ ടിവിയുടെ മുമ്പിലായിരിക്കും എപ്പോഴും. ശനിയാഴ്ചയാണ് നമുക്ക് ഇരുന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടുന്നത്. ഞങ്ങളെ വീട്ടിൽ അമ്മുക്കുട്ടി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവൾ കഴിച്ചു കഴിഞ്ഞാൽ അവൾ വയറ് നിറയുമ്പോൾ അവൾക്കൊരു പ്രശ്നമൊന്നുമില്ല. അവൾ എന്തെങ്കിലും വരച്ചും പിടിച്ചും അവിടെ ലിവിങ് റൂമിൽ ഇരുന്നോളും. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 15 to 20 മിനിറ്റ്സ് അത്രേ ചിലപ്പോൾ മാക്സിമം അവൾ തരുള്ളൂ. അത് അവളെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ഇരുന്ന് ഒന്ന് സാവകാശം ഭക്ഷണം കഴിക്കാൻ അപ്പോഴാണ് പറ്റുന്നത്. ഇന്നത്തെ അജണ്ടയിൽ എനിക്ക് ഡാൻസ് ക്ലാസ് പോകാനുണ്ട്. ആൻഡ് ദെൻ വീട്ടിൽ വന്നിട്ട് വേണം ലഞ്ചൊക്കെ കുക്ക് ചെയ്യാനുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാഡം എത്തി. നമ്മളെവിടെ കാണുന്നില്ല എന്ന് അന്വേഷിച്ച്. ടുഡേയ്സ് മെയിൻലി ഫ്രിഡ്ജ് ക്ലീൻ അപ്പ് ഡേ ആണ് കേട്ടോ. ഇത് തുടച്ച് മാറ്റുന്ന പരിപാടിയല്ല പറയുന്നത്. അതായത് ഈ ആഴ്ച കുക്ക് ചെയ്തതിൽ ബാലൻസ് വന്ന എല്ലാ മീൽസും ഞങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിക്കുന്ന ദിവസമാണ്. ഈ സാറ്റർഡേ ഈ ഫ്രിഡ്ജ് കാലിയായി കഴിഞ്ഞാൽ സൺഡേ ഞങ്ങൾ മീൽ പ്രെപ്പ് ഡേ ആണ്. സോ ഫ്രഷ് സെറ്റ് ഓഫ് വീക്ക്ലി മീൽസ് ഞങ്ങൾ അന്ന് ഉണ്ടാവും. ഈ കുരിപ്പിനോട് ഞാൻ 100 തവണ പറഞ്ഞു വീട്ടിൽ പോകാൻ, പക്ഷേ എൻ്റെ ടാലന്റ് കാണിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നു. തളർന്നു വന്ന് എനിക്ക് ജ്യൂസുമായിട്ട് ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ലഞ്ചിൻ്റെ ടൈമായി. ഇന്നലെ വെച്ച കുറച്ച് ചിക്കൻ പുലാവ് ഉണ്ട്, അതേപോലെ കുറച്ച് കഞ്ഞിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് മീറ്റ് വേണ്ട, ഞാനിന്ന് കഞ്ഞി കഴിക്കുന്നുണ്ട് പരിപ്പോടെയും കൂട്ടി എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അത് ചൂടാക്കി കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ചിക്കൻ പുലാവ് വെറുതെ കഴിക്കുന്നതിന് പകരം ഒരു 65 കൂട്ടി കഴിക്കാൻ ഒരു കൊതി. ഇതിൻ്റെ മസാല എന്തൊക്കെ വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ, റെഗുലർ ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ എല്ലാം 1 ടീസ്പൂൺ വക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ ആൻഡ് 2 ടീസ്പൂൺ റൈസ് ഫ്ലവർ, കുറച്ച് സോൾട്ട്, ഒരു ഹാഫ് ലൈം ആൻഡ് കറി ലീവ്സും കൂടെ ഇട്ട് നല്ലോണം കുഴച്ച് പൊരിച്ചെടുക്കുക. നമ്മളിവിടെ 2 ആൾ 9 to 5 വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ബാലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ കുറച്ച് സമയം എടുത്തു നമ്മൾ ഈ ഒരു റൊട്ടീൻ പിക്കപ്പായി വരാനേ. മൺഡേ ടു ഫ്രൈഡേ പണിയെടുക്കുമ്പോൾ വീക്കെൻഡ്സ് എങ്ങനെ ഉണ്ടാവണം, നമുക്ക് റെസ്റ്റ് കിട്ടുകയും വേണം, അതേസമയം നമുക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ള സാധനം മിസ്സായി പോകാനും പാടില്ല. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യാനുള്ള ലക്ഷറി ഇല്ല. ഞങ്ങൾ 9 to 5 ജോലി കഴിഞ്ഞ പാട് ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കാണ് ഈ ചായ കുടിച്ച് ഇരിക്കുന്നത്, ഒരു 5 മിനിറ്റ്സ് റിലാക്സേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഓട്ടമാണ്. കുഞ്ഞിന് ഡിന്നർ കൊടുക്കലും കുളിപ്പിക്കലും ഉറക്കലും ആയിട്ട് ഞാൻ ഇവളെ നോക്കുന്ന സമയത്തായിരിക്കും എൻ്റെ ഹസ്ബൻഡിന് കിച്ചൺ വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടാവുക. ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അവേ ഫ്രം ഹോം സ്റ്റേ ചെയ്യുന്ന എല്ലാവരുടെയും സ്ഥിതി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ലൈഫ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുന്ന ആൾക്കാരെ ലൈഫ് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എൻ്റെ ഗാർഡൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇതൊക്കെ ഞാൻ നട്ട എൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ്, അതിൻ്റെ പ്രോഗ്രസ്സാണ് ഇതൊക്കെ.
എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ ഞാൻ ആ വീട് 10 പ്രാവശ്യം വാക്യൂം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ബിക്കോസ് ഐ ഹാവ് എ കുരിപ്പ്. വൃത്തിയാക്കുമ്പോഴായിരിക്കും അടുത്തത് എന്തെങ്കിലും മറിക്കുക. ഇതിന് ഷുഗർ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ അവൾക്കൊരു ഷുഗർ ഫ്രീ കേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് ഹോൾ വീറ്റ് ആൻഡ് 1/2 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസിൽ നാളെ ചാവാറായ ഒരു ബനാന, വലിയ ടീസ്പൂൺ പീനട്ട് ബട്ടർ, 2 eggs, 1 splash ഓഫ് വാനില, പിന്നെ മിൽക്കിൽ സോക്ക് ചെയ്ത് ഡേറ്റ്സും കൂടെ ഇട്ട് നല്ല സ്മാഷ് ചെയ്ത് അടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിനെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലൂടെ ഇട്ട് മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ അവനിൽ വെക്കാണ്ട് എയർ ഫ്രയറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. 360 ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ വെക്കണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ടൂത്ത് പിക്ക് ചെക്ക്. നടുക്ക് വെന്തിട്ടില്ലാന്ന് തോന്നണമെങ്കിൽ ഒരു 5-6 മിനിറ്റ്സും കൂടി എക്സ്ട്രാ വെക്കാം. പഴുത്ത ബനാനയും ആ ഡേറ്റ്സ് തന്നെ ആവശ്യത്തിന് സ്വീറ്റ്നെസ് ആ കേക്കിന് കൊടുക്കും. അപ്പോൾ വെറുതെ ആഡഡ് ഷുഗർ ഇട്ട് അതിനെ കുറച്ചുകൂടെ ബോറാക്കണ്ട. ഇത് നമുക്ക് പോലും എപ്പോഴെങ്കിലും സ്വീറ്റ് ക്രേവിങ്സ് വന്നാൽ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തപ്പോഴേ ഇന്നത്തേക്ക് ഞാൻ തളർന്നു. ഇനി കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഉറക്കക്ഷീണമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും. അപ്പോൾ ഇനി ഡിന്നറിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ക്ഷീണിക്കുമ്പോൾ ഇങ്ങേർക്ക് വാട്സാപ്പിൽ മെസ്സേജ് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. കറക്റ്റ് ആ സമയം നോക്കി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും. പിന്നെ എല്ലാ ദിവസവും ഒന്നും ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, മൂഡും ഉണ്ടാവില്ല. ആരെങ്കിലും കുട്ടികൾക്ക് പുറത്തുനിന്നാണോ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പോയി പണി നോക്കാൻ പറയണം. നമ്മുടെ ലൈഫല്ല അവരുടെ ലൈഫ്. അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് അവരുടെ ബെസ്റ്റാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ.